the students of PM Shri Kendriya Vidyalaya Adur proudly present a street play. ഗുരുക്കന്മാരെ, സഹപാഠികളെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു ലഘുനാടകം. നാടിനകമായ നാടകത്തിലൂടെ അതിസങ്കീർണമായ ഒരു വിഷയം ഞങ്ങൾ തുറന്നു പറയുന്നു. നാടകം അകലങ്ങളിലെ ആകാശം. मत कर नशा है युवा पीढ़ी, तुम मिट्टी में मिल रहे हो, नशे में चूर होकर तुम अपनी जिंदगी को क्यों जला रहे हो। आज हम इस नुक्कड़ नाटक के माध्यम से नशीली दवाओं के प्रयोग की गंभीर समस्या को लेकर आपके सामने प्रस्तुत हुए हैं। ग्रामीण सौंदर्य की पृष्ठभूमि में यह नुक्कड़ नाटक आरंभ होता है. ജയ് ജവാൻ ജയ് കിസാൻ എന്നാണല്ലോ ഭാരതത്തിന്റെ മുദ്രാവാക്യം. നമ്മുടെ ധീര ജവാന്മാർ നമുക്ക് സുരക്ഷയേകുമ്പോൾ നമ്മുടെ കർഷകർ നാടിനെ സമ്പൽ സമൃദ്ധമാക്കുന്നു. നിങ്ങളെ ശാലീന സുന്ദരമായ ആ ഗ്രാമത്തിലെ നെൽപ്പാടത്തേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നു. പാടത്ത് സൂര്യൻ ഉദിച്ച നേരം പൊന്നരിവാളുമായി കൊയ്യാനായി പോരാമോ. പുഞ്ചനൽ പാടത്ത് സൂര്യൻ ഉദിച്ച നേരം പൊന്നരിവാളുമായി കൊയ്യാനായി പോരാമോ. പാട്ടുകൾ പാടാലോ, നമുക്ക് കൂട്ടമായി ചേരാലോ, താളത്തിൽ മേളത്തിൽ കറ്റകൾ കൊയ്യാലോ, താളത്തിൽ മേളത്തിൽ കറ്റകൾ കൊയ്യാലോ. ഓയ് കമലമ്മേ, തോമസ് ഊട്ടി, പാത്തുമ്മേ, എല്ലാരും പണി നിർത്തിയിട്ട് ഓടി വാ. എന്താ ചന്ദ്രേട്ടാ, എന്താ വിളിച്ചേ? ചന്ദ്രൻ പിള്ളച്ചന്റെ വിളി കേട്ടാ തോന്നും ഇവിടെ ആരാണ്ട് മയ്യത്തായെന്ന്. നെല്ല് കൊയ്യാനെ കൊണ്ട് ഏറെ കിടക്കുന്നു. എന്താ സംഭവിച്ചേ? എന്റെ മോൻ നീരജിന്റെ പരീക്ഷാഫലം വന്നു. ശരിയാണല്ല, ഇന്നാണല്ലോ +2 പരീക്ഷയുടെ ഫലം വരുന്നത്. അവൻ ജയിച്ചാ? ജയിച്ചോന്നോ? +2 പരീക്ഷയിൽ അവന് ഫുൾ A+. ഇതിലൊന്നും തീരില്ല എന്റെ ചന്ദ്രേട്ടാ, ചില ഉണ്ട്. ചിക്കൻ ബിരിയാണി. ശരിയാ, അന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞ അവന് ഫുൾ A+ കിട്ടിയ ഒരു പാർട്ടി നടത്താവെന്ന്. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ മണ്ണിൽ പണിയെടുത്ത് പാടുപെട്ടാണ് എൻ്റെ 2 മക്കളെയും ഞാൻ വളർത്തി പഠിപ്പിക്കുന്നത്. മൂത്തവനായ എൻ്റെ നീരജ് പഠിച്ചു വലിയവനായിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ, എൻ്റെ കുടുംബം ഒന്ന് പച്ചപിടിക്കാൻ. നിങ്ങളവനെ മേലോട്ട് പഠിപ്പിക്കാനെ കൊണ്ട് നോക്ക. പടച്ചോന്റെ കൃപ കൊണ്ട് അവൻ നിങ്ങൾക്കൊരു തുണയാ. എനിക്കവനെ ഒരു ഡോക്ടർ ആക്കാനാണ് ആഗ്രഹം, പക്ഷെ അവനൊരു എഞ്ചിനീയർ ആകാനാണ് ഇഷ്ടം. അവനെ അവന് ഇഷ്ടത്തിന് വിട്ടാര് ചന്ദ്രേട്ടാ. കുടുംബം പണയപ്പെടുത്തിയാണെങ്കിലും ഞാൻ അവനെ പഠിപ്പിക്കും. അത് വേണം. ഒരു മഴയുടെ കോളൊത്തു വരുന്നുണ്ട്. അതിന്റെ മുമ്പേ ബാക്കി നെല്ല് കൊയ്തെടുക്കണം. നിങ്ങൾ വാ. നിങ്ങൾ പറഞ്ഞ പാർട്ടി സൽക്കാരം നാളെ തന്നെ ആയിക്കോട്ടെ. ചിക്കൻ ബിരിയാണി.
നീരജെ, ആ പട്ടം പറന്നുയരുന്നത് കണ്ടോ? അതേപോലെ നീയും പഠിച്ചുയരണം. അതെനിക്കൊരു വാശിയാ. എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എൻ്റെ അച്ഛനും അമ്മയും, എന്നെ പ്രതീക്ഷിക്കുന്ന എൻ്റെ കൊച്ചനുജത്തിയും, പിന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ ചങ്ങാതിമാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ ആകും. ആ പട്ടം പോലെ ഞാൻ പറന്നുയരും. ഒരു കാര്യം ശ്രദ്ധിക്കണം. പട്ടത്തിന്റെ നൂല് പൊട്ടിയാൽ ലക്ഷ്യം തെറ്റി അതെവിടേക്കെന്നറിയാതെ വല്ല ചെളിയിലെങ്ങാനും നിലം പതിക്കും. അതുകൊണ്ട് നൂല് പൊട്ടാതെ നോക്കണം. പ്രിയ പ്രേക്ഷകരെ, ചന്ദ്രൻ എന്ന ചന്ദ്രശേഖരൻ തന്റെ മകനെ ഡിഗ്രിക്ക് പഠിപ്പിച്ചു. റാങ്കോടെ അവൻ പാസ്സായി. എഞ്ചിനീയറിംഗിന് സീറ്റ് ലഭിച്ചു. വീടും സ്ഥലവും പണയപ്പെടുത്തി അവനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. നീരജിന്റെ കോളേജ് ഹോസ്റ്റലിലേക്ക് മാന്യ പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഡാ നീരജെ, സെക്കൻഡ് സെമസ്റ്റർ എക്സാം ആവരുന്നേ. ഇങ്ങനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാ നീ എന്തെഴുതി വെക്കും? 3-4 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്താ സംഭവിച്ചേ? ശാപ്പാടും വേണ്ട, പഠിത്തവും വേണ്ട. അതെ അതെ, ഞാനും ശ്രദ്ധിക്കുന്നു. ഊണും വേണ്ട, ഉറക്കവും വേണ്ട. Is it the beginning of a mental issue? മെന്റൽ ആണോന്നൊരു സംശയം. എന്താടാ നീ കാര്യം പറ. നിങ്ങൾക്കറിയാം, 3 മാസത്തെ ഫീസ് പെൻഡിങ്ങില്ല. ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും അടച്ചിട്ടില്ല. പല വട്ടം വീട്ടിലേക്ക് വിളിച്ച്. വീടും പറമ്പും ജപ്തിയില്ല. ഉടനെ ഒഴിഞ്ഞു കൊടുക്കണമെന്ന്. അച്ഛൻ മുമ്പേ ഉണ്ടാക്കിയ കടങ്ങളാ. അവരുടെ കയ്യിൽ പണമില്ല. നിങ്ങൾ പറ, ഞാൻ എന്ത് ചെയ്യണം? പഠിത്തം മതിയാക്കി തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുക. ഒരു എഞ്ചിനീയർ ആകാൻ എന്നെ കൊണ്ട് കഴിയില്ല എൻ്റെ കൂട്ടുകാരെ. എല്ലാരും ഒന്ന് പോയിക്കേ. പോ പോ. ഇത്രേ ഉള്ളൂ നിന്റെ പ്രശ്നം? നിനക്കിപ്പോൾ പണമല്ലേ ആവശ്യം? നിന്നെ ഞാൻ സഹായിക്കാവടാ. നീ എന്നെ കണ്ടില്ലേ? എനിക്ക് പണത്തിന് വല്ല കുറവുണ്ടോ? നിന്നെ ഞാൻ സഹായിക്കാം. നാളെ നീ എന്റെ കൂടെ പോരെ. ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. കണ്ടില്ലേ, ജീവിത സാഹചര്യം നീരജിനെ ലഹരി മാഫിയയിലേക്ക് വലിച്ചിഴച്ചു. മയക്കുമരുന്ന് വിപണനത്തിൽ അവനും ഒരു കണ്ണിയായി മാറി. ലഹരി ഉപയോഗം അവനെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചു. പഠിത്തം ഉപേക്ഷിച്ച് ഒരു ദിവസം നീരജ് തൻ്റെ കോളേജ് ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തി. വാ വാ, എല്ലാരും ഒന്ന് ഓടി വന്നേ. അതാരാ വരുന്നേ നോക്കിയേ. ആരും ഇല്ലേ ഇവിടെ? എന്താ എന്താ ഇവിടെ? എന്താ എന്താ ഇവിടെ? നിന്നെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതല്ലേ? നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. വേണ്ട, നിന്നെ ഞങ്ങൾക്ക് കാണണ്ട. വേണ്ട, നിന്നെ ഞങ്ങൾക്ക് കാണണ്ട. വേണ്ട, നിന്നെ ഞങ്ങൾക്കിനിയും വേണ്ട. എന്റെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണോ? നിന്നെ ഞങ്ങൾ ഒരുപാട് ഉപദേശിച്ചു. ഞങ്ങളെ അവഗണിച്ച് നീ ലഹരിക്ക് അടിമയായി. ഇനി ഞങ്ങളെ കൂടി നശിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം? വേണ്ട, ഞങ്ങൾക്ക് നിന്നെ കാണണ്ട. നിന്നെ ഈ ക്യാമ്പസിൽ കണ്ടുപോകരുത്. പോകാൻ.
മാസം 6 ആകുന്നു. പോലീസിനെ അറിയിച്ചിട്ട് ഒരു വിവരവുമില്ല. ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫാ. എന്റെ മോന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട് എത്ര നാളായി. അച്ഛാ, അമ്മേ, എന്തെങ്കിലും ഒന്ന് വന്ന് കഴിക്കാൻ നോക്ക്. വിശപ്പില്ല മോളെ. അവനെ കാണാതെ എനിക്കിനി ഒന്നും വേണ്ട. നീരജേട്ടൻ വരും, ഉറപ്പാ. സമാധാനപ്പെട്. അച്ഛനാ ഫോണിങ്ങിതാ. ഹലോ, ആരാ? എന്താ മോളെ, എന്താ പറ്റിയേ? പറ മോളെ. നീരജേട്ടനെ മയക്കുമരുന്ന് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്റെ മോനെ! സമർത്ഥനായ കുട്ടി, ഒരു കുടുംബത്തിന്റെ സ്വപ്നം, നാടിന്റെ അഭിമാനമായി തീരേണ്ട യുവത്വം. 6 മാസത്തെ റീഹാബിലിറ്റേഷൻ സെന്ററിലെ ജീവിതത്തിന് ശേഷം നീരജ് തന്റെ നാട്ടിലേക്ക് ഇതാ വരുന്നു. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂട്ടുകാരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. അച്ഛന് തിരിച്ചു കിട്ടിയ ഈ മകനെയാണെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടിയത് എന്നെയാണ്. ഏതോ ഒരു സാഹചര്യത്തിൽ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നു. ധാരാളം യുവതിയുവാക്കളുടെ ജീവിതം നശിക്കുന്നത് ഞാൻ കണ്ടു. എല്ലാം ഞാൻ പഠിച്ചു. ഇനി എനിക്ക് പഠിച്ച് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം. പണ്ട് പറത്തിയ പട്ടം പോലെ. പക്ഷെ ഒരു കാര്യം, നൂല് പൊട്ടാതെ നോക്കണം. जिंदगी की डोर को तुम थामे रहना, टूटे नहीं ये इसका तुम ख्याल रखना. നാടിനെ നശിപ്പിക്കുന്ന യുവാക്കളുടെ വീര്യം കെടുത്തി ഈ രാജ്യത്തിന്റെ ശക്തിയെ തകർക്കുന്ന മയക്കുമരുന്നിന്റെ എതിരെ പ്രവർത്തിക്കുന്ന വിമുക്തി മിഷൻ സന്നദ്ധ സംഘടനയോടൊപ്പം നമുക്കും പ്രവർത്തിക്കാം. വിഷമയമില്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്കൊരുമിച്ച് പടയണി ചേരാം. വേണ്ട വേണ്ട ലഹരി വേണ്ട വേണ്ടതോ വിവേകവും നമുക്കു വേണം ലഹരി മുക്ത രാജ്യമാം ഇന്ത്യയെ. വേണ്ട വേണ്ട ലഹരി വേണ്ട വേണ്ടതോ വിവേകവും നമുക്കു വേണം ലഹരി മുക്ത രാജ്യമാം ഇന്ത്യയെ. വേണ്ട വേണ്ട ലഹരി വേണ്ട 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 മദ്യപാനം പാടെ വേണ്ട. വേണ്ട വേണ്ട ലഹരി വേണ്ട 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 മദ്യപാനം പാടെ വേണ്ട. വേണ്ട വേണ്ട ലഹരി വേണ്ട വേണ്ടതോ വിവേകവും നമുക്ക് വേണം ലഹരി മുക്ത രാജ്യമാം ഇന്ത്യയെ. വേണ്ട വേണ്ട ലഹരി വേണ്ട 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 മദ്യപാനം പാടെ വേണ്ട. തരൂ നഷ്ടമായ നിഷ്കളങ്കമാ മനസ്സിനെ, തരൂ സ്വച്ഛമാ പാഠശാല എന്നുമെന്നുമേ. തരൂ നഷ്ടമായ നിഷ്കളങ്കമാ മനസ്സിനെ, തരൂ സ്വച്ഛമാ പാഠശാല എന്നുമെന്നുമേ. ഒത്തു നാം തുടച്ചു മായ്ക്കും ഈ വിപത്തിനെ നമുക്കിനി സദാ. ഒത്തു നാം തുടച്ചു മായ്ക്കും ഈ വിപത്തിനെ നമുക്കിനി സദാ. വേണ്ട വേണ്ട ലഹരി വേണ്ട വേണ്ടതോ വിവേകവും നമുക്കു വേണം ലഹരി മുക്ത രാജ്യമാം ഇന്ത്യയെ. വേണ്ട വേണ്ട ലഹരി വേണ്ട 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 മദ്യപാനം
തുടച്ചു മായ്ക്കും ഈ വിപത്തിനെ നമുക്കിലേ സദാ നാം തുടച്ചു മായ്ക്കും ഈ വിപത്തിനെ നമുക്കിനി സദാ. വേണ്ട വേണ്ട ലഹരി വേണ്ട വേണ്ടതോ വിവേകവും നമുക്കു വേണം ലഹരി മുക്ത രാജ്യമാം ഇന്ത്യയെ. വേണ്ട വേണ്ട ലഹരി വേണ്ട വേണ്ടതോ വിവേകവും നമുക്കു വേണം ലഹരി മുക്ത രാജ്യമാം ഇന്ത്യയെ. വേണ്ട വേണ്ട ലഹരി വേണ്ട 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 മദ്യപാനം പാടെ വേണ്ട. വേണ്ട വേണ്ട ലഹരി വേണ്ട 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 മദ്യപാനം പാടെ വേണ്ട. വേണ്ട വേണ്ട ലഹരി വേണ്ട വേണ്ടതോ വിവേകവും നമുക്കു വേണം ലഹരി മുക്ത രാജ്യം